ഇന്ന് ഫെബ്രുവരി 5 ഈ ആഴ്ച OTT റിലീസ് ചെയ്യുമെന്ന് ഉറപ്പാക്കപ്പെട്ട സിനിമകളുടെ ഉൾപ്പെടെ 7 OTT റിലീസ് അപ്ഡേറ്റുകളാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ആദ്യത്തേത് മഹേഷ് ബാബു നായകനായി എത്തുന്ന തെലുഗു സിനിമ കൂടിയായ ഗുണ്ടൂർ കാരം എന്ന സിനിമയാണ്. നേരത്തെ തിയേറ്ററുകളിലെ നെഗറ്റീവ് അഭിപ്രായങ്ങൾ നേരിടുത്തെങ്കിൽ പോലും മികച്ച കളക്ഷൻ നേരിടുത്ത സിനിമ ഈ ആഴ്ച ഫെബ്രുവരി 9 നെറ്റ്ഫ്ലിക്സിലൂടെ OTT റിലീസ് ചെയ്യും. ഈ തെലുഗു മാസ് എന്റർടൈനർ സിനിമ മലയാളം, തമിഴ്, കന്നഡ, ഹിന്ദി ഉൾപ്പെടെയുള്ള ഭാഷകളിൽ കൂടി OTT റിലീസ് ചെയ്യുന്നതാണ്. അപ്പോൾ കാത്തിരിക്കാം ഗുണ്ടൂർ കാരം OTT റിലീസിനായിട്ട്. രണ്ടാമത്തേത് മോളിവുഡിൽ നിന്നുള്ള ഒരു സോണി ലിവിന്റെ ആദ്യത്തെ ഡയറക്റ്റ് OTT സീരീസിന്റെ അപ്ഡേറ്റ് ആണ്. ജയ് മഹേന്ദ്രൻ എന്നാണ് സീരീസിന്റെ പേര്. സൈജു കുറുപ്പ് നായകനായി എത്തുന്ന സീരീസും ഈ ആഴ്ച ഫെബ്രുവരി 9 OTT റിലീസ് ചെയ്യുകയാണ്. മലയാളത്തിന് പുറമെ വിവിധ ഭാഷകളിൽ OTT റിലീസ് ചെയ്യുന്നതാണ്. മൂന്നാമത്തേത് മറ്റൊരു നെറ്റ്ഫ്ലിക്സ് OTT കണ്ടന്റിന്റെ അപ്ഡേറ്റ് ആണ്. ഭക്ഷക് എന്നാണ് ഹിന്ദി സിനിമയുടെ പേര്. ഡയറക്റ്റ് OTT റിലീസ് ആയിട്ട് ഈ ആഴ്ച ഫെബ്രുവരി 9 ഈ ഹിന്ദി സിനിമ OTT റിലീസ് ചെയ്യും. കഴിഞ്ഞ ആഴ്ചയിൽ ഈ ചിത്രത്തിന്റെ OTT ട്രെയിലർ പുറത്തു വന്നിട്ടുണ്ട്. ഹിന്ദിക്ക് പുറമെ തമിഴ്, തെലുഗു ഭാഷകളിൽ കൂടി നെറ്റ്ഫ്ലിക്സിലൂടെ OTT റിലീസ് പ്രതീക്ഷിക്കുന്നു. കാത്തിരിക്കൂ കൂടുതൽ അപ്ഡേറ്റുകൾ കേട്ടാം. നാലാമത്തേത് ഒരു കൊറിയൻ ത്രില്ലർ സീരീസിന്റെ അപ്ഡേറ്റ് ആണ്. എ കില്ലർ പാരഡോക്സ് എന്നാണ് നെറ്റ്ഫ്ലിക്സിന്റെ കൊറിയൻ സീരീസിന്റെ പേര്. ഈ ആഴ്ച ഫെബ്രുവരി 9 സീരീസ് OTT റിലീസ് ചെയ്യും. കൊറിയൻ, ഹിന്ദി, ഇംഗ്ലീഷ് ഉൾപ്പെടെയുള്ള ഭാഷകളിലാണ് നെറ്റ്ഫ്ലിക്സിലൂടെ സീരീസ് OTT റിലീസ് ചെയ്യുക. ഈ ആഴ്ച OTT റിലീസ് ചെയ്യുന്ന തമിഴിലെ പ്രധാനപ്പെട്ട സിനിമയാണല്ലോ ക്യാപ്റ്റൻ മില്ലർ. ധനുഷ് നായകനെത്തിയ പൊങ്കൽ സംക്രാന്തി റിലീസായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തി പോസിറ്റീവ് അഭിപ്രായങ്ങൾ ലഭ്യമായ സിനിമ തിയേറ്ററുകളിലെ വലിയൊരു വിജയത്തിലേക്ക് പോയിട്ടില്ല എങ്കിൽ പോലും കാത്തിരിപ്പിനൊടുവിൽ സിനിമ ഈ ആഴ്ച OTT റിലീസ് ചെയ്യുകയാണ്. ഫെബ്രുവരി 9 ആമസോൺ പ്രൈമിൽ സിനിമ OTT റിലീസ് ചെയ്യും. മലയാളം, തമിഴ്, തെലുഗു, കന്നഡ ഭാഷകളിൽ കൂടി ഈ വാർ ആക്ഷൻ ഡ്രാമ തമിഴ് സിനിമ OTT റിലീസ് ചെയ്യുന്നതാണ്. ആറാമത്തേത് കന്നഡ സിനിമ ഇൻഡസ്ട്രിയിലെ സമീപകാലത്തെ വലിയ വിജയം നേടിയെടുത്ത കാട്ടേര എന്ന സിനിമയുടെ അപ്ഡേറ്റ് ആണ്. ചിത്രവും ഈ ആഴ്ച ഫെബ്രുവരി 9 OTT റിലീസ് ചെയ്യുന്നതാണ്. C5 ആണ് സിനിമയുടെ OTT പ്ലാറ്റ്ഫോം. ആദ്യം കന്നഡയിലും പിന്നീട് മറ്റു ഭാഷകളിലും OTT റിലീസ് ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാത്തിരിക്കൂ അപ്ഡേറ്റുകൾ കേട്ട്. അവസാനത്തേത് അബ്രഹാം ഓസ്ലർ എന്ന സിനിമയുടേതാണ്. മിഥുന്റെ ജയറാം നായകനെ എത്തിയ തിയേറ്ററുകളിലെ വലിയ വിജയം നേടിയെടുത്ത അബ്രഹാം ഓസ്ലർ എന്ന ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമ ആമസോൺ പ്രൈമിലൂടെ OTT റിലീസ് ചെയ്യുമെന്നായിരുന്നു സിനിമ റിലീസ് ചെയ്ത ദിവസം മുതൽ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പോഴത്തെ OTTയിൽ മാറ്റം സംഭവിച്ചിരിക്കുകയാണ്. സിനിമയുടെ OTT അവകാശങ്ങൾ മികച്ച തുകയ്ക്ക് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ ഇപ്പോഴത് സ്വന്തമാക്കിയെന്നും ഈ ഫെബ്രുവരി മാസം പകുതിയോടെ, അതായത് അടുത്തയാഴ്ച ഫെബ്രുവരി 15 OTT റിലീസ് ചെയ്യുമെന്നാണ് അപ്ഡേറ്റ്. മലയാളത്തിന് പുറമെ പാൻ ഇന്ത്യൻ ഭാഷകളിലൂടെയായിരിക്കും ഹോട്ട്സ്റ്റാറിലൂടെ സിനിമ OTT റിലീസ് ചെയ്യുക. ഒഫീഷ്യൽ OTT റിലീസ് തീയതി പ്രഖ്യാപനം അണിയറയിൽ ഒരുങ്ങുന്നുണ്ട്. കാത്തിരിക്കൂ കൂടുതൽ അപ്ഡേറ്റുകൾക്കായി.